ഗൈസ്, എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോ കൊണ്ട് രണ്ടാമത്തെ പാർട്ടായിട്ടാണ് ഞാൻ ഇടുന്നത്. വേറൊന്നല്ല, ഓണത്തിന്റെ രാവിലത്തെ വിശേഷങ്ങൾ തന്നെ കുറച്ചുണ്ട്. ഞാൻ എൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടി ആക്കുമ്പോൾ ബോറടിപ്പിക്കേണ്ട, കുറേ ലെങ്ത് ആവുമല്ലോ വെച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മളിത് വീട്ടിലേക്ക് പോവാണ്. അപ്പം അത് ഞാൻ വേറെ പാർട്ടാക്കിയിട്ട് ഇട്ടു. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഓണക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതെല്ലാം കൂടിയിട്ട് ഇടുമ്പോൾ കുറേ ലെങ്ത് ആവും അല്ലേ. അപ്പം പിന്നെ 2 പാർട്ടാക്കിയിട്ട് ഇടുന്നത്. അപ്പോൾ ഇതിപ്പോൾ 3 മണി ആയിട്ടാ നമ്മളിത് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. പുറപ്പെടാൻ പോലെ പുറപ്പെട്ട് കഴിഞ്ഞു. ഇതാരത്? അപ്പൊ തേജുട്ട് അത് ഇന്നലെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഡ്രസ്സ് അമ്മമ്മടക്ക് പോകുമ്പോ ഇതേ ഇടുള്ളൂ എന്നും പറഞ്ഞിട്ട് ഇത് ഷൂവും സോക്സും എല്ലാം കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്റെ ഡ്രസ്സ് ഇതായിരുന്നു. ഞാൻ നമ്മുടെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ കളർ നിങ്ങൾക്ക് ഏതാ ഗസ് ചെയ്യാൻ പറ്റുമെന്ന്. കൂടുതൽ പേരും ബ്ലാക്കും റെഡും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് ഈ ഒരു കളറാട്ടം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനിപ്പോൾ എന്ത് കളറാ പറയുക എന്ന് ചോദിച്ചാൽ ഒരു എന്താ ഈ ഒരു കളർ പിങ്ക് അല്ല, ഒരു തരം എനിക്കില്ലാത്തൊരു കളറാണ്. എൻ്റെ കയ്യിലില്ല ഈ ഒരു കളർ. എനിക്ക് പിന്നെ അപ്പോൾ ഇഷ്ടമാവും ചെയ്തു കേട്ടോ. എൻ്റെ കയ്യിൽ ഫുള്ള് ഡാർക്ക് ഷെയ്ഡാണ് ഉള്ളത്. അപ്പോൾ പ്രാവശ്യം കുറച്ച് ലൈറ്റായിട്ട് പിടിക്കാച്ചിട്ട് ഞാൻ ഈ ഒരു ടൈപ്പായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല സുഖമായിട്ട് ഇടാൻ, ഒരു കോട്ടൺ മിക്സ് മെറ്റീരിയലായിട്ട് വരണത്. അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങളിനി നേരെ ഇതേ വീട്ടിലേക്കായിട്ട് പോണ വഴിക്ക് ഇതേ മാളു ആദു എല്ലാവരും ഇതേ അമ്പലത്തിൽ പോയിട്ട് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ട് വരവാണ് കേട്ടോ. ഞങ്ങളുടെ വണ്ടി കണ്ടപ്പോൾ തന്നെ മനസ്സിലായേക്കണു. നാണം കാരണം ഇതേ മുഖം പൊത്തിയിട്ടൊക്കെ ആയിട്ട് നടക്കണത്. ഒരു ട്രിപ്പ് അമ്പലത്തിൽ പോയതാണ്. ആ സമയത്ത് ആൾക്കാരും തിരക്കും കാരണം കുട്ടികൾക്ക് വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അത്ര. എന്നിട്ട് നട്ടുച്ചയ്ക്ക് പോയിട്ട് ഇതേ കുറച്ച് ഫോട്ടോസൊക്കെ അമ്പലത്തിൽ പോയി എടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിയാട്ടാ. എല്ലാവരും ഉണ്ടല്ലോ. അച്ചിയോ അവള് വണ്ടി മോറി പോയി. ഉണ്ടായിരുന്നു. എന്താ വയറുമൊക്കെ നോക്കി അരഞ്ഞാണോ? അതേലേ മാല അതേ ലാസ്റ്റ് എല്ലാത്തിനും പറക്കി എടുത്തിട്ടുണ്ട് കേട്ടാ. വീട് എത്താറായി. ഇതേ നേരെ കാണാൻ റോഡ് പോയി കഴിഞ്ഞാൽ വീടായിട്ടാ. നമ്മൾ വീടിന്റെ ബാക്കിലാട്ടോ വണ്ടി കൊണ്ടിട്ടേക്കണ്. ബാക്കിലെ റോഡിന് ഫ്രണ്ടിലൊക്കെ ഇനി പോണ പരിപാടി കാരണം തിക്കും തിരക്കാവും. അപ്പൊ ഞങ്ങളതേ ഇങ്ങനെ ഇതേനെ വന്നു കേട്ടോ. അതായത് ആ കാണുന്ന റോഡില്ലേ, നേരെ ആ കാണുന്നത് ഇത് ആ റോഡ് അവിടെയൊക്കെ എടുക്കണ വൈറ്റ് കളർ കണ്ടോ? ആ വൈറ്റ് കളർ ആദർശിൻ്റെ കാറാ. നമുക്ക് ഇങ്ങനെ ചുറ്റി വരാൻ പറ്റും. ഇങ്ങനെ റാ ഷേപ്പിൽ ഇങ്ങനെ ചുറ്റി വന്നാൽ ഇങ്ങോട്ടെത്തും. എന്നിട്ട് വീണ്ടും അങ്ങനെ റൗണ്ട് അടിക്കാൻ പറ്റും. ഇത് കൂടെ വീട്ടിക്ക് നേരെ നടക്കാം. ഇതാരത്? സായിപ്പൻ കേട്ടാ. സായിപ്പേ പോണോ? ഇന്ന് ഞങ്ങൾ ബാക്കിലായിട്ട് വണ്ടി എടുത്തി. സാധാരണ ഞാൻ സൂര്യനെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് അവിടെ ഇറക്കിയിട്ടാണ് വരാറ് കേട്ടോ. ഇന്നിപ്പോൾ സൂര്യനെ നടത്തിക്കുകയാണ്. ബാഗുണ്ടല്ലോ കയ്യിൽ, ഓണക്കോടിയായിട്ട് അതിൽ വേറൊരു കണ്ണാപ്പി കുട്ടി ഫ്രണ്ടിൽ പോണ്ട് കേട്ടോ. നോക്കിയാ യോയോ ഫ്രീക്കായിട്ട് ചെരുപ്പൊക്കെ കൈ പിടിച്ചിട്ട് പോണ്. തേജ് നോക്കിയാ നായി പിന്നാലോട് നോക്കുന്നു. ഞങ്ങൾ ആദ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഈ റോട്ടിക്കായിട്ട് വന്നിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ പിന്നെ കൂടെ നടക്കും. പക്ഷെ ഇവിടെ ഒരു നായ ഉണ്ട് കേട്ടോ. നായനെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ അതേ ജീവ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വലിച്ചൻ്റെ മോളുടെ കുട്ടിയിട്ട് രാധേശ്വര കുട്ടി. അപ്പോൾ അച്ഛതേ അവനെ കൊണ്ടാക്കിയിട്ട് വേഗം വരാമെന്നും പറഞ്ഞിട്ട് ഇതേ അവനെ കൊണ്ടാക്കാനായിട്ട് പോണത്. അവർ രാവിലെ വന്നിടുന്നു അത്രേ. കുറേ നേരം കിച്ചുട്ടിൻ്റെ കൂടെ ഇരുന്നു. ഇപ്പോൾ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവനെ കൊണ്ടാക്കിയിട്ട് വരും. വലിച്ചൻ്റെ വീട്ടിൽ കിട്ടും. നമ്മുടെ കിരണൊക്കെ ഇല്ലേ, കിരണിൻ്റെ വീട്ടിലേക്ക് ഇത് അവനെ കൊണ്ടാക്കാൻ പോവുകയാണ്. അങ്ങനെ അതേ അമ്മ കിച്ചുട്ടനെ ഉറക്കട്ടോ. ഉറക്കി കെടുത്തി പാട്ട് വെച്ച് കൊടുത്തേക്കട്ടെ. കിച്ചുട്ടൻ പാട്ട് കേട്ടിട്ടാണ് കിടന്നുറങ്ങുക. അപ്പം അമ്മ ഇതേ തൊട്ടിയിലിട്ട് ആട്ടി ഉറക്കി ഇതേ പാട്ട് തൊട്ടിയുടെ അരിക്കൽ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇതേ അമ്മ ഇങ്ങനെ ഇതാക്കാട്ടോ. ബാക്കി എല്ലാവരും ഉറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദർശായിരിക്കും ഇതൊന്ന് ഉറക്കം പിടിക്കണ നേരത്തായിട്ട് ഞങ്ങൾ കയറി ചെല്ലണത്. അവരാണെങ്കിൽ ഉച്ച തൊട്ട് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പോന്നോന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഞങ്ങൾ മൊത്തം ഒതുക്കി കഴിഞ്ഞ് ഒന്ന് ഇറങ്ങി ഒന്ന് വിശ്രമിച്ച് ഇറങ്ങുമ്പോഴേക്കും 3 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് അവരുടെ ഉറക്കം ഞങ്ങൾ അങ്ങോട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാവരും ചെന്ന് ഇരുന്ന് കുറച്ചേരം വർത്താനം പറയും. അപ്പുറത്ത് ഇതേ നേരെ അപ്പുറത്തെ റോട്ടില് നമ്മുടെ ഓണപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പുറത്തെ ആദർശം പാട്ടിട്ട് ഇറങ്ങിയ ഈ ഒരു പാട്ടും കേട്ടാണ് നമ്മുടെ കിച്ചുട്ടൻ കിടന്ന് ഉറങ്ങുക കേട്ടാ. പിന്നെ അമ്മ എന്താ ഫ്രൂട്ട്സ് എന്തൊക്കെയോ മുറിച്ച് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡ് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ നിന്നില്ല. രാത്രിത്തെ ഫുഡാട്ടിന് കഴിക്കുള്ളൂ. പിന്നെ ചായ കുടിക്കണം. പിന്നെ ഞാനിത് ഓണക്കോടി എല്ലാവർക്കും കൊടുത്തുട്ടോ. അപ്പം അമ്മയ്ക്ക് ഇത് ഓണക്കോടിയായിട്ട് കൊടുത്ത സാരി ഭയങ്കരമായിട്ട് അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിൻഷേൻ്റെ അമ്മയ്ക്ക് തന്നെയായിട്ട് സെയിം വാങ്ങിക്കണം. ഞാൻ കളർ ചേഞ്ച് നോക്കി, പക്ഷെ കളർ ചേഞ്ച് ഇല്ല. ഈ ഒരു കളർ മാത്രമേ ഇഷ്ടമായിട്ടുണ്ടായിരുന്നുള്ളൂ കണ്ടപ്പോൾ. അപ്പോൾ പിന്നെ 2 പേർക്കും ഒരേപോലത്തെ കളറ് ഒരേ മോഡലായിട്ട് എടുത്തത്.
മീൻഷായിട്ട് നമ്മുടെ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്, കുറച്ചും കൂടി മറക്കുള്ള പോലത്തെ ആയിട്ട് അത്. അപ്പം അമ്മയ്ക്ക് ഈ ഒരു കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാനത് ആവണി എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പം തന്നെ അമ്മ പറഞ്ഞിരുന്നു ഈ നല്ല കളർ അതെന്ന്. അപ്പം പിന്നെ ഞാൻ ഈ കളർ കണ്ടപ്പോൾ അത് തന്നെയായിട്ട് എടുത്തത്. 2 അമ്മമാർക്കും സാരി അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ. പിന്നെ അതേ അച്ഛൻ്റെ കിച്ചുവിൻ്റെ എല്ലാവരുടെയും ഇതെടുത്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ തറവാട്ടിൽ അച്ഛനും അമ്മമ്മയ്ക്കും കൊണ്ടു കൊടുക്കണം, സോറി അച്ഛനും അച്ഛമ്മയ്ക്കും കൊണ്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറെ മാറ്റിയൊക്കെയുണ്ട്. അത് ഇപ്പോൾ കൊടുക്കണോ അത് വൈകുന്നേരം പോകണോ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ കിച്ചൂട്ടൻ്റെ എടുത്തേക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ കുറച്ച് വലുതായിരുന്നു കേട്ടോ. പിന്നെ ഇത് ദേ അച്ഛനും അമ്മ എടുത്തു കൊടുത്തതാട്ടോ. തേജു ദേ പിടിച്ച് നടക്കണത് ഉണക്കോടി. ആദർശം അരി എടുത്തിട്ടുണ്ടായിരുന്നു, കോഡ് സെറ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ എടുത്തൊരു മോഡൽ തന്നെ, അത് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അവന് പാൻറ് ഭയങ്കര ഇഷ്ടമായിക്കണം കേട്ടോ. ഇങ്ങനത്തെ ബ്ലാക്ക് ജീൻസ് വലുതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്കും അതാട്ടെ ടീഷർട്ട് അച്ചെടുത്തത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഭയങ്കര കട്ടിയുള്ള തുണി, ഇങ്ങനെ സിൽക്ക് പോലത്തെ ആ ഒരു ടൈപ്പ്, നല്ല സുഖം ഉണ്ടായിരിക്കും ഇടാൻ. എന്തായാലും തേജുവിന് ഇഷ്ടമാവും, കാരണം തേജുവിന് ഏത് ഡ്രസ്സ് ഇട്ടാലും ഒരു ചൊറിച്ചിൽ ഉള്ളതാണ്. അപ്പോൾ അവന് നല്ല സുഖമുണ്ട്, പിടിക്കുമ്പോൾ നല്ല മിനുസുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇത് ആരും ഇതാട്ടോ ആദർശം എടുത്തു കൊടുത്തത് കോഡ് സെറ്റ് പോലത്തെ. ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് തേജുവിന് കോഡ് സെറ്റ് ഇട്ട് കൊടുക്കാൻ. ഇതുപോലത്തെ ട്രൗസറും സെറ്റായിട്ട് വരേണ്ട ബനിയൻ, ഇങ്ങനെ തൊപ്പി അങ്ങനെയൊക്കെ വരണത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നല്ല രസമുണ്ട് ഇടുമ്പോൾ. ഞാൻ വിചാരിച്ചു ഇതൊന്നും ഇടില്ല എന്നാണ്, എപ്പോഴും പാൻറ് പറഞ്ഞ നടക്കുക. പിന്നെ ഇത് അവരെടുത്തത് അത്രയ്ക്ക് ഇച്ചുട്ടൻ എടുത്തേക്കണ ഉണക്കോടി അത്രയ്ക്ക് നല്ല ഇഷ്ടമായിട്ട്. ആ സൈസ് മതിയായിരുന്നു. ഞാൻ എടുത്തത് കുറച്ച് വലിയ സൈസാണ്, പക്ഷെ കുഴപ്പമില്ല വലുതാവല്ലേ ചെയ്യണം, അപ്പോൾ ഇടാലോ. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കളറ് കിച്ചുട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റ് കളറ് ലൈറ്റ് ഷെയ്ഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഇടുമ്പോൾ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കളി കാണാൻ പോവാച്ചിരിക്കുമ്പോഴാട്ടോ നല്ല മഴ പെയ്തത്. അപ്പോൾ അതേ പിള്ളേരെല്ലാവരും ഓടി ഇതേ വീട്ടിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾ കുറേ നേരം ഉമ്മർത്തിരുന്നു കേട്ടോ. ഭയങ്കര പോസ്റ്റായിരുന്നു, കാരണം നല്ല മഴ പറഞ്ഞു അങ്ങനെ കാറ്റ് വീശി മഴ പെയ്യുണ്ടായിരുന്നു. അപ്പം തന്നെ ഞങ്ങളുടെ ഓണക്കളി കാണാനുള്ള മൂഡ് ഏത് വഴിക്കാ പോയി ചോദിച്ചറിയില്ല കേട്ടോ. ഒരു രസം ഉണ്ടായിരുന്നില്ല ഈ മഴ കണ്ടപ്പോൾ. അപ്പോൾ പിന്നെ ഞങ്ങളൊന്ന് മഴ തുറന്നപ്പോൾ നേരെ അച്ഛൻ്റെ അവിടെ കേട്ട പോണത്. അച്ഛനും അച്ഛമ്മയ്ക്കും ഓണക്കോടി കൊടുക്കാൻ അച്ഛതേ എങ്ങോട്ടോ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അച്ഛമ്മ വീട്ടിൽ വന്നിട്ട് കളി കാണാൻ പോയിട്ട്, അപ്പം അച്ഛൻ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടക്കട്ടെ ചെയ്ത്. അങ്ങനെ അച്ഛന് ഓണക്കോടിയൊക്കെ കൊടുത്തു. അച്ഛൻ്റെ അടുത്ത് പോയ വീഡിയോസൊക്കെ വിൻഷാട്ടിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്കേട്ടതേ പിള്ളേർ ആദു അച്ചുവരൊക്കെ ഇതേ ഡ്രസ്സ് മാറിയിട്ട് ഓണപ്പരിപാടി കാണാൻ പോകാൻ വേണ്ടിയിട്ട് റോട്ടിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇനി ഓണപ്പരിപാടി കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് അതേ അപ്പുറത്ത് മാളും വരുന്നുണ്ട് കേട്ടോ. ഗൈസ് ഞങ്ങൾ പരിപാടിക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അതായത് അവിടെ റോട്ടിലാട്ട പരിപാടി നടക്കണം. കണ്ട ആൾക്കാർ നിറച്ച്, പക്ഷെ മഴ പെയ്യും തോന്നുന്നു. അമ്മ പിന്നെ രാത്രിക്കുള്ളത് വേഗം അരിഞ്ഞ് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. ചിക്കൻ കറി വെക്കാം, അപ്പോൾ കുമ്പളങ്ങിയും ഉരുളൻകിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള ചിക്കൻ കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് അതിനുള്ളതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കുന്നുണ്ട്. ചായക്കൊക്കെ ഉള്ളത് ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വന്നാൽ ചായ കുടിക്കാമെന്നും പറഞ്ഞു. അതുപോലെ ചിക്കൻ മറക്കാളതൊക്കെ പരട്ടി വെച്ചിട്ട് കളി കാണാൻ വരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളോട് പതുക്കെ അങ്ങോട്ട് നടന്നോന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് എല്ലാവരും എനിക്ക് കിച്ചുട്ടനെയും കൂടി ഡ്രസ്സ് മാറ്റിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ എടുത്തു കൊടുത്താൽ ഡ്രസ്സായിട്ടൊക്കെ കിച്ചുട്ടൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്താ വെച്ചാൽ അതിന് ഇത്തിരി ലൂസാടുന്നു, അതുകൊണ്ട് ഇങ്ങനെ ഇറക്കിയിരുത്തിയ പോലെ ആയിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളർ കിട്ടാം, രസം ഉണ്ടായിരുന്നു. ഒത്തിരി കൂടി മണ്ണും ഒക്കെ ഒത്തിരി കൂടി ആയിക്കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അത് ഇടുമ്പോൾ. എന്നാലൊരു ആഗ്രഹത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്കാണെങ്കിൽ സെറ്റ് ആവണ രീതിയിൽ ഷൂവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാട്ടപ്പോൾ. പിന്നെ മൂപ്പരാൽ ഉറക്കം എനിച്ചിട്ടിരിക്കണ ഇരുത്താണ് കേട്ടോ. അതിൻ്റെ ഉറക്കം അപ്പോൾ നല്ല ഉണ്ട് കേട്ടോ. ഇങ്ങനെ ആരുടെയും മുഖത്തേക്ക് നോക്കണില്ല, ഇങ്ങനെ ഉറക്കം വന്നിരിക്കുക തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ നോക്കണം എന്താ വെച്ചാൽ എൻ്റെ ഡ്രസ്സുമ്പോൾ പൂവും കുറേ ഗിൽറ്റി അതുപോലെ പുള്ളികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കണ്ണെടുക്കില്ല കേട്ടോ. അതുകൊണ്ട് അതൊക്കെ നോക്കുന്നുണ്ട്, ഓരോ പൂവും ഓരോ ഗിൽറ്റൊക്കെ നോക്കി ചിരിക്കാട്ടോ. ഞങ്ങളിരുന്ന് വർത്താനം പറിച്ചില്ല തുടങ്ങിയിട്ടാ. കളി കാണാൻ പോകേണ്ട കാര്യം വിട്ടു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയേക്കലും ചിരിയും കളിയാടുന്നു. കുപ്പിയില് വെള്ളം നിറക്കണം. അപ്പൊ മാള ഉണ്ടാണ്ടിരിക്കണേ കാലിങ്ങനെ വെച്ച എന്റെ ഇടയ്ക്ക് ഇവരിന്ന് രാവിലെ വടക്കുന്നാഥം പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ പോകുമ്പോഴും വരുമ്പോഴും ഉള്ള വിശേഷങ്ങളാട്ടോ ഈ പറയണത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ചളിവാരി എറിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വേഗം കളി കാണാൻ പോകാൻ വിചാരിച്ചിട്ടാ. കിച്ചുട്ടൻ ഫസ്റ്റ് ടൈമല്ലോ വരണത്. പിന്നെ ബോക്സും സൗണ്ടൊക്കെ ഉള്ള കാരണം ഞങ്ങൾക്കൊരു പേടിയുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ ബോക്സിന്റെ അടുക്കി പോയില്ല, അവർ ഇപ്പുറത്തെ സൈഡിക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ഉഷാറ് കുറവ് ഉണ്ടായിരുന്നു കേട്ടോ കിച്ചുട്ടന്. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അങ്ങനെ ഉറക്കൊക്കെ വിട്ടപ്പോഴേ ശരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആദ്യം തന്നെ പരിപാടി കുറച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കറക്റ്റ് ആ പോണ നേരത്തെ തിരുവാതിരക്കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചിമാരുടെ.
ഇതൊക്കെ നാട്ടിലത്തെ ചേച്ചിമാരെല്ലാവരും കൂടി കളിക്കണതാട്ടോ. ചേച്ചിമാരത് മാത്രമല്ല അനിയത്തിമാരുടെ സ്ഥാനമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് വലിയ തിരുവാതിരക്കളി ആയിരുന്നു, കുറേ പേര് കൂടിയിട്ടുള്ള നടന്നപ്പോൾ പ്രാവശ്യം കുറച്ച് പേര് കുറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ അമൃതയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കണ്ണ് പൊത്തിയിട്ട് സുന്ദരിക്ക് പൊട്ട് തൊട്ടുടക്കില്ല ആ പരിപാടിയായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ അശ്വിനാ തോന്നുന്നു കേട്ടോ. അശ്വിനായിരുന്നു ആദ്യം തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്, കണ്ണിലാട്ട കുത്തി കൊടുത്തേക്കണ്. പിന്നെ നമ്മുടെ വിൻഷേട്ടനായിരുന്നു കേട്ടോ. വിൻഷേട്ടൻ നല്ല രീതിക്ക് തോറ്റിരിക്കണു, എവിടെയോ കൊണ്ട് കണ്ണിൻ്റെ ഉള്ളിലൊക്കെ ആട്ടോ കുത്തി കൊടുത്തേക്കണ്. അത് കഴിഞ്ഞിട്ട് എന്നെ ആട്ടാ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും അതേ നല്ല രീതിക്ക് വിജയകരമായി തോറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും വേറെ എവിടെയോ തൊട്ടിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും വിറ്റ് എന്താ വെച്ചാൽ ആദർശനെ വിളിച്ചു കേട്ടോ. ആദർശനെ വിളിച്ചിട്ടായിരുന്നു ഏറ്റവും വിറ്റ്. അയ്യോ ഞങ്ങൾ ചിരിച്ചൊരു വഴിയായിട്ടോ. ഇവരിങ്ങനെ വിളിക്കുക ചെയ്യണം. അപ്പോൾ ഞങ്ങൾ വിളിച്ചു, വിൻഷേട്ടനെ വിളിച്ചു, വിൻഷേട്ടൻ പോയി തൊട്ടു, എന്നെ വിളിച്ചു, ഞാൻ പോയി തൊട്ടു. അത് കേട്ട് ആദർശനെ വിളിച്ചപ്പോഴുള്ള കോലം കാണണട്ടോ. അടുത്തായി സുന്ദരിക്ക് പൊട്ട് വരുന്നു ആദർശ. ആദർശം ഓടിയ വഴി മുളച്ച പുല്ല് വരെ പോയി തോന്നുന്നു. അമ്മ അതിരെ പൊട്ടായിട്ട് ഓടിയത്. ഓടി നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. കാരണം ആ വഴി അങ്ങോട്ട് പോയി നമ്മുടെ വീട് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആര്യായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ആദർശിന് പകരം. അങ്ങനെ ആരി കുത്തി ആര്യയും തോറ്റിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും തോറ്റിട്ടോ. വേറെ ആർക്കൊക്കെ ആയിരുന്നു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ പോലത്തെ ഒരു ഇത് ഇക്കൊല്ലം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 1-2 പരിപാടിയിലൊന്നും പങ്കെടുത്തു, പിന്നെ പോന്നു കേട്ടോ. കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ വടം വലിച്ച് ട്രോഫി വാങ്ങി അവിടെ തുള്ളി ഡാൻസ് കളിച്ച് തുള്ളി മറിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് രാത്രി തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ ഇരുട്ടവണയൊക്കെ മുന്നേ പോന്നി പറഞ്ഞ പോലെ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതേ മാള് കുത്തി, അച്ചു ഇതേ കുത്താൻ നിൽക്കണു. നമ്മളെല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റാർട്ടിങ്. പിന്നെ ഇപ്രാവശ്യം ഇതേട്ടോ ആൾക്കാർ കുറെ കുറവുള്ള പോലെ തോന്നി. പിന്നെ എനിക്ക് ഗെയിം സെക്ഷനും അതേട്ടോ വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. എല്ലാ വർഷവും ഉള്ള പോലത്തെ കുഞ്ഞു പണ്ടത്തെ ഗെയിം സെക്ഷൻ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പൊ കുറേ ഞാനെന്താ വിചാരിച്ച പിള്ളേരൊക്കെ കുറച്ച് അപ്ഡേറ്റ് ആയതല്ല. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ കാണില്ലേ, നല്ല ആൾക്കാർക്കൊന്നൊരു കുറച്ചേരം ഒരു എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വല്ല ഗെയിം സെക്ഷനൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും ഇല്ല കേട്ടോ. നല്ല അത് നോർമലി നമ്മളൊരു ഓണപരിപാടി വെക്കുമ്പോൾ ഉണ്ടാവണ ഗെയിം സെക്ഷൻ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു രസം തോന്നിയില്ല. പിന്നെ ആൾക്കാരും കുറവ്, മൊത്തത്തിലൊരു മൂകതയായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ ഉള്ള നേരം കുറച്ച് നേരം എൻജോയ് ചെയ്തു. കുറച്ചുകൂടി ഗെയിം സെക്ഷൻ ഇങ്ങനെ എന്റർടൈൻ ചെയ്യുന്ന രീതിയിൽ മറ്റേ സംഭവം കുപ്പിയൊക്കെ നേരത്തെ വെച്ച് കാലൊക്കെ അങ്ങനെ വളച്ച് വെച്ച് പോവുക, അങ്ങനെ ആൾക്കാരെ എന്റർടൈൻ ചെയ്യണതുണ്ടെങ്കിൽ കുറച്ചും കൂടി ആൾക്കാർ കൂടുക, കുറച്ചും കൂടി രസമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ എല്ലാവരും പോകണം ഇങ്ങനെ കണ്ടപ്പോൾ പിന്നെ പതുക്കെ വേണ്ടിയിട്ട് ഞങ്ങളും പോന്നിട്ടുണ്ടായിരുന്നു. എന്നാലും കുറേ നേരം ഇരുന്നു കേട്ടോ. മഴ പെയ്താലും അതേ മഴ കൊണ്ടിരുന്നു. നല്ല ഗെയിം എന്തെങ്കിലും വരുമോ നോക്കിയിട്ട്. പക്ഷെ ഒക്കെ പഴയ ടൈപ്പ് പണ്ടത്തെ ആ ഒരു ലെവലുള്ള ഗെയിം തന്നെ നടന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ വന്നിട്ട് ചായ കുടിക്കുക എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു. പിന്നെ അച്ഛനും വിൻഷേട്ടനും ഇതേ കാര്യമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. വിൻഷേട്ടൻ അങ്ങനെ ഇടയ്ക്കൊക്കെ അല്ല അച്ഛനെ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് കാര്യമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും പോണട്ട കാണാൻ. നമ്മുടെ വീട്ടിലിരുന്നാലും കളിക്കുന്ന സൗണ്ടും ആ ചീറലും പാട്ടും ഒക്കെ കേൾക്കാൻ പറ്റൂട്ടെ. നേരെ അപ്പുറത്ത് തന്നെയല്ലേ. ഞാൻ എല്ലാവരും കൂടിയിട്ട് ഇതേ വേഗം അട കഴിച്ചു. ഈ അടയാണെങ്കിൽ ഉണ്ടല്ലോ ഇലയെന്ന് പറിച്ചാൽ തീരെ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ പിച്ചി പൊളിച്ചിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വിൻഷേട്ടന് കിട്ടിയ അട സുഖമായിട്ട് വിൻഷേട്ടൻ പറിച്ചെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചുട്ടിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ. അമ്മ പറയേണ്ടത് ഭയങ്കര ലൂസാണ്, അതിന് കറക്റ്റ് ഫിറ്റുള്ള എന്തെങ്കിലും ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഊരി മാറ്റിയിട്ട് അതിന് വേറെ ഡ്രസ്സ് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ പിന്നെ കസാരക്കളിയുടെ സമയമായിരുന്നു കേട്ടോ. കസാരക്കളിയൊക്കെ രസം തന്നെയാണ് കേട്ടോ. അതൊരു രസം തന്നെയാണ്. അപ്പം അതിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. പിന്നെ ആൾക്കാർ ഭയങ്കര കുറവുള്ള പോലെ തോന്നി. കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ നിറച്ച് ജനങ്ങളായിരുന്നു കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഭയങ്കര കുറവായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ പണ്ടത്തെ ടീമുകളും കുറവായിരുന്നു. അനുവിന് വെയ്യ, അപ്പോൾ അവളില്ലാന്ന് പറഞ്ഞു. പിന്നെ ചിന്നമ്മ മാത്രം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ, പിന്നെ ആരാ നമ്മുടെ അച്ചു ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. മുമ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇവിടെ അങ്കത്തട്ടത്ത് എല്ലാ പെൺപിള്ളേരും ഉണ്ടാവാറുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി കഴിഞ്ഞാൽ നല്ല രസമായിട്ട്. ജിസ്മി ഇല്ല, മെയിൻ ആള് ജിസ്മിയൊക്കെ ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ജിസ്മിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഓളം തന്നെയായിരുന്നു. പക്ഷെ ജിസ്മി ഇല്ല. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ആ ഒരു ടീമില്ലാത്ത കാരണം ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ ഒന്നിങ്ങനെ പങ്കെടുക്കണ്ടേ, നമ്മുടെ നാട്ടിലത്തെ പിള്ളേരെ കൂടി റെഡിയാക്കണതല്ലേ, ഇങ്ങനെ സെറ്റ് ചെയ്യണതല്ലേ, ഒന്നിലും പങ്കെടുക്കാതെ നിന്നാൽ മോശമല്ലേ വിചാരിച്ചിട്ട് ഇതായതാണ്. പക്ഷെ എല്ലാവരും ഒന്നും ഇല്ലാത്ത കാരണേ ഭയങ്കര ഒരു മൂകത പോലെയായിരുന്നു. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കേണ്ട ചെയ്തിട്ടുണ്ടായിരുന്നു. കസാരക്കളിയിൽ ഒരു 4-5 റൗണ്ടൊക്കെ ഞാൻ കഷ്ടിമിഷ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഔട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം പതുക്കെ പുറത്തേക്ക് ചാടിപ്പോന്നു. പിന്നെ വേറെ എനിക്ക് അറിയാത്ത കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അവരൊക്കെ ആയിരുന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ആ ഒരു ചേച്ചി തോന്നുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു സംഭവം എളുപ്പമല്ലല്ലോ, തല കറങ്ങും. ഇതിങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് 2-3 റൗണ്ട് കഴിയുമ്പോഴേക്കും ഇവിടെ തല ചുറ്റി തുടങ്ങും. അപ്പോൾ ജയിക്കുന്ന ആൾ തന്നെ
ഞാൻ സമ്മതിക്കണം കേട്ടോ എന്തായാലും. സാധാരണ എല്ലാ പ്രാവശ്യം കസാരക്കളിയിൽ കപ്പ് കൊണ്ടുപോകുന്ന ആൾ അനു കേട്ടോ. അനു തല കറങ്ങിയിട്ട് അനു ഇതേ മുക്കിൽ പോയിട്ടൊരു കസാരയുടെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതാട്ടോ അനു എന്നൊക്കെ പറയുന്നത് എൻ്റെ കളിക്കൂട്ടുകാരിയാണ്. ജനിച്ചപ്പോൾ തൊട്ട് കല്യാണം കഴിയുന്ന വരെ ഞങ്ങൾ ഒരുമിച്ച് ഒരു പായൽ കിടന്ന് ഒരു പായൽ കഴിച്ച് വളർന്നവരെന്നൊക്കെ പറയാൻ പറ്റും. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഓരോ ലൈഫായിപ്പോൾ ആ ഒരു ഇതൊക്കെ വിട്ടു. ഭയങ്കരമായിട്ട് മിസ് ചെയ്യണ ഒരു സമയമാട്ടോ അതൊക്കെ ഞങ്ങളുടെ ചെറുപ്പകാലം എന്ന് പറയണത്. ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു, ഞാൻ, അനു, പിന്നെ ആര്യ, അഞ്ജു, ഐശ്വര്യ എന്ന് പറയുന്നത് അനുവിൻ്റെ അനിയത്തിമാരാട്ടോ. പിന്നെ അമൃത, ചിന്നു, ചിഞ്ചേച്ചി, കവിതേച്ചി, നിമ്മി, അങ്ങനെ കുറച്ച് ഒരു 8-10 പിള്ളേരുണ്ടായിരുന്നു. അവരൊക്കെ കൂടിക്കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ഞങ്ങൾ തന്നെ ധാരാളം നടന്നു കേട്ടോ. ഇപ്പം എല്ലാവരും മാരേജ് കഴിഞ്ഞപ്പോൾ കുറേ പേര് രാത്രി വരണത്, കുറേ പേര് രാവിലെ വന്ന് പോണു, ചിലവർ പിറ്റേ ദിവസമാണ് വരണത്. അങ്ങനെ പല രീതിക്കാണ് വരണത്. അതുകൊണ്ട് ആ ഒരു വൈബ് അങ്ങോട്ട് കിട്ടണില്ല. കുറേ പേരെ മിസ് ചെയ്യും. ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പണ്ടത്തെ ഓണക്കളി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാട്ടോ ചെയ്യാം. പിന്നെ നമ്മുടെ തേജും ദേവുട്ടനും ഇതേ ബാക്കിൽ നിന്ന് നല്ല കളിയാട്ടോ. തേജുവിന് ഭയങ്കര നാണക്കേട് പോലെ കേട്ടോ. എല്ലാവരുടെ കൂടി ഇങ്ങനെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടാ എന്തിനേലും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യടാന്ന് പറയുമ്പോൾ അവന് നാണ സ്കൂളിലൊക്കെ ആണെങ്കിൽ അവ എല്ലാത്തിലും പോയിട്ട് ചാടുട്ടാ. പക്ഷെ ഇവിടെ ഭയങ്കര നാണം കുണിങ്ങി നിന്നു. അവസാനം ഒരു ബോൾ പാസിനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് തീറ്റ മത്സരമായിരുന്നു കേട്ടോ. ഈ ഒരു കാര്യത്തിൽ മാത്രം ഞങ്ങളുടെ കോട്ടക്കുന്നത്ത് ഫാമിലി വിട്ടുകൊടുക്കില്ല. ഞങ്ങളുടെ അർജു തന്നെ കപ്പ് കൊണ്ടുവരും കേട്ടോ. 4-5 വർഷമായിട്ടും 5-6 വർഷമായിട്ടും ഈ തീറ്റ മത്സരത്തിന് കപ്പ് കൊണ്ടുവരുന്ന ആള് ഞങ്ങളുടെ അർജു തന്നെയാട്ടോ. ആ ഒരു സ്ഥാനം ഞങ്ങൾ വിട്ടുകൊടുക്കില്ല കേട്ടോ എന്തായാലും. പിന്നെ അതേ ഒരു മഴ പെയ്തപ്പോൾ ഞങ്ങൾ ഓടിക്കേറിയിട്ടുണ്ടായിരുന്നു. വിൻഷാടിനും തേച്ചും കൂടിയിട്ട് കസാര കമത്തി പിടിച്ചിട്ട് നിൽക്കണം നിപ്പാട്ടത്. എനിക്ക് പിന്നെ അമൃതയിൽ നിന്ന് കുട കിട്ടിയപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു കുടക്കഴിയിൽ നിന്നു. ഇവർ രണ്ടുപേരുടെ കസാരയും പിടിച്ച് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത പരിപാടികൾ ഗെയിമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോൾ പാസിനായിട്ട് അവർ നിൽക്കണത് ഇങ്ങനെ ബോൾ കയ്യിൽ കൊടുത്ത് പാസ് ചെയ്യില്ല, ആ ഒരു ഇതിനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പാട്ടായിരുന്നു അത് ഉദ്ദേശിച്ചത്. പക്ഷെ പാട്ട് വെച്ചില്ല, വിസിലടിച്ചിട്ട് ആരുടെ കയ്യിലാണോ ബോൾ ഇരിക്കുന്ന അവർ ഔട്ട് അതിനാട്ടാ. അപ്പോൾ തേജു ആണെങ്കിൽ കഷ്ടിച്ച് അതിന് മാത്രം നിന്നുള്ളൂ. ബാക്കിയുള്ള അവന് ഭയങ്കര ടെൻഷൻ, കുറേ പേരില്ലേ, അപ്പൊ ഭയങ്കര നാണം പോലെ ഒക്കെ അവൻ അറിയാത്തവരല്ലേ. അപ്പൊ അവന് ഭയങ്കര ചമ്മലില്ല. ലാസ്റ്റ് ദേവുട്ടനും കൂടിയിട്ട് ബോൾ പാസിന് പോയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5-6 റൗണ്ട് കഷ്ടിച്ച് നമ്മുടെ തേജ് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ കുട്ടി ഔട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്തുള്ളൂ. അതന്നെ ഞങ്ങൾക്ക് വലിയ കാര്യമാണ്. കഴിഞ്ഞിട്ട് വലിയവരുടെ ആയിരുന്നു കേട്ടോ ബോൾ പാസ്. ഇതിന് ഞാൻ നിന്നില്ല കേട്ടാ. എനിക്കും അതെ ഒരു ഇൻട്രസ്റ്റും തോന്നിയില്ല. ഞാനിങ്ങനെ കളി കാണാൻ പിന്നെ ഇരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ഈ ഒരു സമയത്തൊക്കെ ആയപ്പോഴേക്കും എന്താ പറയുക, കളിയുടെ ഹരം കയറി നിൽക്കുകയായിരുന്നു. ഇല്ലാത്തുള്ള ഗെയിമിലൊക്കെ പോയി ചാടിയായിരുന്നു കേട്ടാ. പക്ഷെ ഇപ്രാവശ്യം ഒരു മൂടില്ല, എന്തോ ഒരു ജാതി പോലെയായിരുന്നു കേട്ടാ. അപ്പം ഇരുന്ന് ഇങ്ങനെ കളി കണ്ടു. പിന്നെ വീട്ടിലേക്ക് പോയാലോ എന്നിരുന്നിങ്ങനെ ചിന്തിക്കണമുണ്ട്. അതുകൊണ്ട് തന്നെ വടംവലിക്കൊന്നും ഇപ്രാവശ്യം ഞങ്ങൾ നിന്നില്ല കേട്ടാ. ഞങ്ങൾ വടംവലിക്കൊന്നും നിൽക്കാണ്ട് പോകുന്നതുകൊണ്ട് ആമ്പിള്ളേരുടെ വടംവലി മാത്രമേ ഉണ്ടായുള്ളൂ. എല്ലാവരും തിരിച്ചു പോകുന്നില്ല. അതുകൊണ്ട് പിന്നെ അതേ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അമ്മ അതേ ചിക്കൻ വറുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മൊക്കെ പരട്ടി വെച്ചിട്ടാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചിക്കൻ വറുക്കുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി ഇത് അപ്പുറത്തായിട്ടുണ്ട്, പപ്പടം കാച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കിച്ചൂട്ടൻ്റെ ഡ്രസ്സ് ഇതേ മാറ്റി കൊടുക്കാം കേട്ടോ. കിച്ചൂട്ട ഇതേ 3ാമത്തെ ഡ്രസ്സ് അങ്ങാണ്ടാ തോന്നുന്നു ഇടുന്നത് കേട്ടോ. അപ്പൊ അതേ ഷൂ ഉരി കൊടുത്തതാട്ടാ. കാരണം കാലിനി എന്തോ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇനി കാലെങ്ങാനും ടൈറ്റ് ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അതങ്ങോട്ട് മാറ്റി കൊടുത്തു കേട്ടോ. ഷൂ ഒക്കെ മാറ്റി കൊടുത്തു. പിന്നെ കുറച്ച് നേരം എൻ്റെ മടി കിടന്നു ചിരിച്ച് കളിച്ച് ഒന്ന് കളിപ്പിക്കാനിരുന്നു കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോകും കേട്ടോ, വീട്ടിലേക്ക് തിരിച്ചു പോവും. അപ്പൊ പിന്നെ കുറെ നേരം എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഉള്ള സമയം ഞാൻ കുറച്ച് നേരം ആളെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാനായിട്ടാ നോക്കണത്. അപ്പൊ ചിക്കൻ കറിയും ചിക്കൻ വറുത്തതോട്ടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വിൻഷാട്ടിനും വേഗം കഴിച്ചു. പിന്നെ പപ്പടം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിച്ചിട്ട് ഇനി വേഗം ഇറങ്ങിയാൽ 8 മണി 8 ആകുമ്പോഴേക്ക് ഇറങ്ങിയിട്ടോ. രാത്രി നല്ലോണം ആക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇത് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാട്ടോ ഞാൻ ഓണത്തിന് വന്നിട്ട് അന്ന് തന്നെ തിരിച്ചു പോരണത്. ഒരു ദിവസമെങ്കിലും നിൽക്കാണ്ട്
നിൽക്കാണ്ടിരിക്കാറില്ല, നിൽക്കാറുണ്ട്. അപ്പം നമ്മൾ അതിന് മുന്നേ നമ്മുടെ മാളൂൻ്റെ പാപ്പൻ്റെ അടുത്തേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, പാപ്പനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാപ്പനെ കണ്ടിട്ടതേ വീണ്ടും വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ തേജുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇന്ന് പോണ്ട, നിനക്ക് നാളെ പോവാം നിന്നാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയ പോവാന്ന് പറയാം. പിന്നെ എന്താ വെച്ചാൽ നാളെ വീട്ടിൽ എന്തോ പണി നടക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ബാത്റൂം കംപ്ലൈൻ്റ് ആയിട്ട് അതിൻ്റെ ടാങ്കൊക്കെ ക്ലീൻ ആക്കാൻ ആൾ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു തിക്കും തിരക്കും വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ. പിന്നെ വിൻഷേട്ടന് വർക്കും ഉണ്ട്, പാലക്കാട് പോകണം. അപ്പോൾ എനിക്ക് ഡബിൾ മൈൻഡിലാണ് നിൽക്കുന്നത്. വിൻഷേട്ടനാണെങ്കിൽ നിന്നോ 2 ദിവസം കൂടി നിന്നിട്ട് നീ പോന്നാൽ മതി, ഞാൻ നിന്നോളാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആകെ മൊത്തം ഡബിൾ മൈൻഡായി. കാരണം വർക്ക് ഉണ്ട്, പിന്നെ ആര്യ ആദർശം പത്തനംതിട്ടയിൽ പോവുകയാണല്ലോ, പിന്നെ അമ്മയ്ക്കും അതെന്തായാലും പണിക്കാരുള്ളപ്പോൾ തിരക്കാവും. അപ്പം എന്നാൽ വേണ്ട, ഞാൻ വേറൊരു ദിവസത്തെ എല്ലാവരും കൂടി ഉള്ളപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോരായിട്ട് ചെയ്തു. പിന്നെ നമുക്ക് തോന്നുമ്പോൾ വീട്ടിലേക്ക് വരണം തോന്നിയാൽ വരാവുന്നതല്ലേ ഉള്ളൂ, അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പോന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അമ്മയ്ക്കായാലും അച്ഛനായാലും ചെറിയൊരു വിഷമം ഉണ്ട് കേട്ടോ, നിൽക്കാണ്ട് പോകുമ്പോൾ നിന്നോടേന്നും പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ പറയുന്നുണ്ട്, ഞാൻ ആലോചിച്ചു അല്ല എനിക്കിപ്പോൾ വരണം തോന്നിയാൽ വരാവുന്നതല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. പിന്നെ വിൻഷേട്ടന് പാലക്കാട് പോകണം, അപ്പം എനിക്കറിയാം രാവിലെ എനിക്ക് പോകേണ്ട ഒരു ടൈമോ ബുദ്ധിമുട്ട് കേട്ടോ. അപ്പം ഞാൻ ഇല്ല വേണ്ട, ഇതുപോലെ വിൻഷേട്ടന് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒരു ദിവസം ഇതുപോലെ വരാം എന്നും പറഞ്ഞിട്ട് പോന്നേ. അങ്ങനെ അതേ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും സത്യം പറഞ്ഞ് എടുത്തില്ല, ഈ പറഞ്ഞ പോലെ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിലെത്തി ചെന്നു, ഒരു മൂഡില്ലാണ്ട് അങ്ങോട്ട് കിടന്ന് ഉറങ്ങാട്ടോ ചെയ്തേക്കണത്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ അന്ന് തന്നെ ഓണത്തിൻ്റെ അന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഈ പൂക്കളൊക്കെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ നായ്ക്കളൊക്കെ ഇനി വലിച്ച് നാശാക്കിയിട്ടുണ്ടോ എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഇല്ല, അതേപോലെ ഉണ്ടായിരുന്നു. പിന്നെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാട്ടോ വീട്ടിലെത്തിയിട്ട്. അപ്പം എന്തായാലും ഇന്നത്തെ നമ്മുടെ ഓണം വ്ളോഗ് ഇതോടുകൂടി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഒരു കുഴപ്പമില്ല കേട്ടോ, ഓണമൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷേ എന്തോ ഒരു ഉഷാറ് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ, ബൈ.